ഇനിയിപ്പം സെക്കൻഡ് ഇത് അതായത് ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ ക്രാങ്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റിയും ഒമേഗയും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിപ്പം ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ റഫായിട്ടൊന്ന് പറയാം. അപ്പം ഇവിടെ ആയിരിക്കും മിക്ക കേസിലും നമുക്ക് ഇത്ര RPM എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഒരു 200 RPM എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുക. മിക്ക കേസിൽ ഇവിടെ ഇങ്ങനെ തരും, ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം തരും. ഇത്ര RPM-ത്തിലാണ് ക്രാങ്ക് കറങ്ങുന്നത്, കണക്റ്റിംഗ് റോഡിങ്ങിലുണ്ട്. അപ്പം ഇന്നതിൻ്റെ ഇതെടുക്കുക, ഇന്ന വെലോസിറ്റി കണ്ടുപിടിക്കുക, ഇന്ന ഒമേഗ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, ശരി. ഇതിപ്പം എത്ര ലിങ്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഫിക്സഡ് ആയിട്ടുള്ള O എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, OA എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്, AB എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്, പിന്നെ ഇവിടെ OB എന്ന് പറയുന്നൊരു ലിങ്കും ഉണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഞാനിവിടെ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ 4 ബാർ ഉള്ളതുപോലെ തന്നെ ഇവിടെ 1, 2, 3 അതുപോലെ തന്നെ ഇവിടെ ഇതിനെയും നമ്മളൊരു ലിങ്കായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ അത്രയും ലിങ്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഒന്ന് ഇതൊരു ലിങ്ക്, ഓക്കെ, ഇതൊരു ലിങ്ക്, പിന്നെ ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, അങ്ങനെ എടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ലിങ്കിനെ കൺസിഡർ ചെയ്യത്തില്ല. കാരണം എന്താണ്? അത് ഫിക്സഡ് ആണ്. അപ്പം 3 ലിങ്ക് ഉണ്ട്. 3 ലിങ്ക് ഉണ്ടെന്ന് പറയുമ്പം 3 ഒമേഗ ഉണ്ട്. എന്തൊക്കെയാണ്? ഒമേഗ OA ഉണ്ട് അല്ലേ, ഒമേഗ OA ഉണ്ട്, പിന്നെ ഒമേഗ AB ഉണ്ട്, പിന്നെ ഒമേഗ OB ഉണ്ട്. ഇനിയിപ്പോൾ 3 ഒമേഗ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 3 അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വെലോസിറ്റിയും കാണത്തില്ലേ. അപ്പോൾ വെലോസിറ്റി എഴുതുവാണെങ്കിൽ OAന്ന് വരുന്നത് പെർപെൻഡിക്കുലറായിട്ട്, OA എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കുമല്ലോ ആ ലിങ്കിൻ്റെ വെലോസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടോ ആയിരിക്കാം. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് പുറത്തേക്ക് വരും. ഓക്കെ, ഇത് പുറത്തേക്ക് വരും. അതിന് എന്തോന്നാണ് പേര് കൊടുക്കുന്നത്? ഇവിടെ നിന്ന് ഇപ്പം സപ്പോസ് പുറത്തേക്ക് വരുവാണെങ്കിൽ ഇതിനെ BAE എന്നല്ലേ, AE എന്ന് വന്നു, വിത്ത് റെസ്പെക്ട് ടു O, അപ്പോൾ AO എന്ന് പറഞ്ഞ് എഴുതും. അതുപോലെ തന്നെ ABക്ക് പെർപെൻഡിക്കുലറായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെ വരും. ഇതിനെന്തോന്ന് കൊടുക്കും? ക്ലോക്ക് വൈസ് അല്ലേ, അപ്പം മണ്ടയ്ക്കോട്ട്. അപ്പോൾ എത്ര വരും? VA എന്നല്ലേ, അപ്പോൾ A, മിച്ചമുള്ളത് B. ഓക്കെ, VAB എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം 1 ലിങ്ക് കഴിഞ്ഞ് 2 ലിങ്ക് കഴിഞ്ഞു, ഇത് ഫിക്സഡ്, അതുകൊണ്ട് ഇത് നോക്കണ്ട. അപ്പോൾ ഇപ്പുറത്തെ തന്നെ ഈ ഒരു ലിങ്കില്ലേ, അപ്പോൾ ഇതിന് ഒരു വെലോസിറ്റി ഉണ്ട്. ഇത് എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇതിന് തന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം ഇതല്ലേ, അപ്പം ഈ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ട്? ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഡയറക്ഷനിൽ തന്നെ ഒരു വെലോസിറ്റി ഉണ്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് തന്നെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിട്ട് തന്നെ വരും വെലോസിറ്റി. ഓക്കെ, അതിന് എന്തോന്ന് പേര് കൊടുക്കുവാണെങ്കിൽ വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു O എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെയാണ് വരുന്നത്. ശരി, ഇനിയിപ്പം സ്ലൈഡർ ക്രാങ്കിൻ്റെ സംഭവം ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ചോദ്യം ഇതേപോലെ ഒരു സ്ലൈഡർ ക്രാങ്ക് തന്നിരിക്കും. ഇതേപോലെ ഒരു സ്ലൈഡർ ക്രാങ്ക് തരിക, എന്നിട്ട് പറയാം പിസ്റ്റൺ ഇങ്ങനെ തരിക, എന്നിട്ട് ക്രാങ്ക് ഒരു 200 RPM ക്ലോക്ക് വൈസ് കറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് O ആണെങ്കിൽ ഇത് O ആണ്, പിന്നെ ഇത് A, ഇത് B. ഓക്കെ, ഇനിയിപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 40 mm, അല്ലെ ഇതെന്ന് പറയുന്നത് എന്തോന്നോ ഒരു 50 mm. മിക്കപ്പോഴും ഇത് തരത്തില്ല. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം കൂടെ പറയണം. ഈ കേസിൽ, സ്ലൈഡർ ക്രാങ്കിൻ്റെ കേസിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഭാഷ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇത്ര ഡിഗ്രി എന്ന് പറയും. ഇപ്പോൾ ഇതൊരു ക്രാങ്ക് ആണെങ്കിൽ ഞാൻ പറയാവേ, അതായത് ഇതിപ്പോൾ ഒരു സ്ലൈഡർ ക്രാങ്ക് അല്ലേ, ഇതിപ്പോൾ ഒരു സ്ലൈഡർ ക്രാങ്ക്. അപ്പോൾ ഇതൊരു ക്രാങ്ക് അല്ലേ, ഇത് റൊട്ടേറ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ സാധനം ഇങ്ങനെ നീങ്ങുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ, റബ്ബർ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണക്റ്റിംഗ് റോഡ് ഇതിങ്ങനെ ഇരിക്കും, എന്നിട്ട് ഞാൻ ഈ സാധനത്തിന് ഇങ്ങനെ ഇത് ചെയ്യുന്നതോറും ഇതിങ്ങനെ നീങ്ങുമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ക്രാങ്ക് എന്ന് പറയുന്ന സാധനം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമല്ലേ, ഇവിടെ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിപ്പോൾ റൊട്ടേറ്റിംഗ് ആണ്, ഈ ഒരു സാധനമാണ് ക്രാങ്ക്, ഇതിപ്പോൾ റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ. ഇതിൻ്റെ ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഡെഡ് സെൻറ്റർ. ഓക്കെ, അപ്പം ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി എന്നായിരിക്കും പറയുന്നത്. അപ്പം ഈ ആംഗിളാണ് 45 ഡിഗ്രി. ഓക്കെ, സപ്പോസ് ഇതിപ്പം ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഔട്ടർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഇന്നർ ഡെഡ് സെൻറ്റർ, അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. ഇത് ഔട്ടർ ഡെഡ് സെൻറ്റർ. ഓക്കെ, ഈ കേസിലാണെങ്കിൽ അകത്തേക്ക് നോക്കുക, അങ്ങനെ വേണം എടുക്കാനായിട്ട്.
കാരണം അതങ്ങനെ ചോദ്യത്തിൽ അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ആംഗിൾ ഏതാണെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ എടുക്കില്ല. ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് എടുക്കുന്ന പോലെ ആയിരിക്കും. ശരി, അപ്പോൾ ഇത് പറഞ്ഞിരിക്കും ഇന്നർ ഡെഡ് സെൻറ്ററിൽ ഒരു 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 40 mm, ഇത് 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വരയ്ക്കേണ്ടത്? ആദ്യം ഏതാണെങ്കിലും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്താണെങ്കിലും നമ്മൾ ആദ്യം റഫ് സ്കെച്ചായിട്ട് നമ്മൾ പറഞ്ഞാൽ ചുമ്മാ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വരച്ചു വെച്ചിരിക്കും. കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ എത്രയായിട്ട് എടുക്കാം? 10 mm. അതായത് 1 സെൻറ്റിമീറ്റർ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് തന്നെ. ഇപ്പോൾ MM തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ 10 mm എന്ന് പറഞ്ഞ് തന്നെ എടുത്തു. അപ്പോൾ ഈ വാല്യൂവിനെ ഞാൻ എടുത്ത് 10 ഈ സ്കെയിൽ എടുത്ത വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണം ഓരോന്നും വരയ്ക്കാനായിട്ട്. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ 50 / 10 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ അങ്ങനെ പറഞ്ഞ് വരും. ശരി, എനിവേ നമ്മളൊരു ഹോറിസോണ്ടൽ ലൈൻ വെറുതെ ഒരു ചെറിയ ലൈൻ ഓഫ് ആക്ഷൻ പോലെ ഇങ്ങനെ വരച്ചിടുന്നു. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ പോയിന്റ് ഇവിടെ നിന്ന് എടുത്തു, ഈ പോയിന്റ് എടുത്തു, ഇതിന് ഞാൻ O എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്നിട്ട് Oയിൽ നിന്ന് ഞാൻ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. 60 ഡിഗ്രിയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 60 ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ഡിഗ്രി എടുത്തു. 60 ഡിഗ്രി എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ 60 ഡിഗ്രി. ഇനിയിപ്പോൾ അടുത്തത് 40 mm. 40 / 10 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. എടുത്ത് വരച്ചു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പം അടുത്ത എന്തോന്നാണ്? ഇത് 50 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 50 mm എന്ന് പറയുമ്പോൾ 50 mm / സ്കെയിൽ എത്രയാണോ അത്രയും. അപ്പോഴത്തേക്ക് അത് ചെയ്യാൻ നേരത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 5 സെൻറ്റിമീറ്ററിനെ കോമ്പസിലെടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, ഇത് വരച്ചു. ഈ കിട്ടുന്നതാണ് എന്ത്? ഒരു മിനിറ്റ്, ഇത് O, ഇത് A, പിന്നെ ഈ കിട്ടിയ പോയിന്റാണ്, ഇത് B. ഓക്കെ, ഇത് O. ഇതിൻ്റെ ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞിരുന്നു? 60 ഡിഗ്രിയാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? N = 200 RPM. ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നില്ലെങ്കിൽ നമ്മൾ അസ്യൂംഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിക്കോണം. ഓക്കെ, ശരി. ഇത് A എടുത്തു, ഇത് B എടുത്തു. Aൻ്റെ ദൂരം എത്രയാണ്? ഇത് നമ്മൾ 40 mm എഴുതി വയ്ക്കുക. അതുപോലെ ഇത് എത്ര mm ആണ്? ഇത് 50 mm എഴുതി വയ്ക്കുക. ഇനിയിപ്പോൾ അടുത്തത്, ഇതൊരു സ്ലൈഡർ ക്രാങ്ക് അല്ലേ, അപ്പം ഇവിടെ ഒരു പിസ്റ്റൺ വരയ്ക്കണം. കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഫിക്സഡ് എന്നുള്ള സംഭവം കാണിച്ചു. ഇത് താഴെ O ആയിട്ട് വരും. ഇതും ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഫിക്സഡ് എന്നുള്ള രീതിയിൽ കാണിക്കുക. ഇതിൻ്റെ ഇതില്ലേലും കുഴപ്പമില്ല, ബാക്കി ഇത്രയും വെച്ച് നമുക്ക് ഇത്രയും വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കോൺഫിഗറേഷൻ ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇത് വല്ലാത്ത സ്ലൈഡർ ക്രാങ്ക് ആയിപ്പോയി അല്ലേ? ശരി, ഇനിയിപ്പം എന്താണ്? നമുക്കിപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് AB എന്ന് പറഞ്ഞത് ചോദിക്കത്തില്ല. നിങ്ങൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഒമേഗ കണ്ടുപിടിക്കുക, ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന പറഞ്ഞ് ചോദിക്കും. എന്തോന്നാണ്? ഫൈൻഡ് ആംഗുലാർ വെലോസിറ്റി. അങ്ങനെ പറഞ്ഞാൽ എന്തോന്നാണ്? ഒമേഗ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്നുള്ള രീതിയിൽ ചോദിക്കും. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് സ്ലൈഡർ ആണെങ്കിൽ സ്ലൈഡറുമായിട്ട് ഇരിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്. അതിൻ്റെ ഇപ്പുറം റൊട്ടേഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്തോന്ന്? ക്രാങ്ക്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? B വെലോസിറ്റിയാണ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിങ്കിൻ്റെ ആയിരിക്കും. അതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞാൽ ലിങ്കിൻ്റെയാണ് ഒമേഗ ചോദിച്ചിരിക്കുന്നത്. ഒമേഗ AB ആണ് ചോദിച്ചിരിക്കുന്നത്, അത് മനസ്സിലാക്കുക. ഇപ്പം ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഇതിനകത്ത് പിസ്റ്റൺ ഏതാണ്? വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ പിസ്റ്റൺ ഏതാണ്? പിസ്റ്റൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക്, ഇത് പിസ്റ്റൺ. പിസ്റ്റണിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബീൻ്റെ വെലോസിറ്റിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്, ബീൻ്റെ വെലോസിറ്റി. ഓക്കെ, അപ്പം VB ആണ് ചോദിച്ചിരിക്കുന്നത്, VB ആണ് ചോദ്യം. അതുപോലെ ആദ്യത്തെ ചോദ്യം ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്. ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ, കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ AB, ഒമേഗ AB ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. സിമ്പിളാണ്. 2-3 കണക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് താനെ കത്തിക്കോളും. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ക്രാങ്ക്, റൊട്ടേഷൻ അടിക്കുന്ന സംഭവം ക്രാങ്ക്.
അത് മുട്ടിയിരിക്കുന്നത് പിസ്റ്റണുമായിട്ട് മുട്ടിയിരിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ്, കണക്ട് ചെയ്യുന്ന റോഡ്. പിന്നെ ഇത് വന്നിട്ട് എന്തോന്ന്, ഇതാണ് പിസ്റ്റൺ, ഇതാണ് ഇങ്ങനെ 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 പോകുന്ന സാധനം. ശരി, അപ്പം ഇത് ഇനിയിപ്പോൾ നമുക്ക് എന്തോന്നാണ്, നമുക്കിവിടെ RPM തന്നിട്ടുണ്ട്, ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒമേഗ OA കണ്ടുപിടിക്കത്തില്ലേ, നമ്മൾ മറ്റേതിൽ ചെയ്ത പോലെ ഒമേഗ OA കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലിങ്കിന് പെർപെൻഡിക്കുലറായിട്ടാണ് എന്തോന്ന് പോകുന്നത്, വെലോസിറ്റി പോകുന്നത്. അപ്പോൾ ഇത് താഴെ വെച്ചെടുക്കാൻ പറ്റുമോ, ഇല്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ മണ്ടയ്ക്ക് വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ എടുക്കുക, ഡയറക്ഷൻ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, അപ്പോൾ ഇങ്ങോട്ട് എടുക്കുക. അതുപോലെ തന്നെ എ ബിയുടെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ B വെച്ച് A വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും മണ്ടയ്ക്കോട്ട് പോകും, ക്ലോക്ക് വൈസ് അല്ലേ. അങ്ങനെ ബീൻ്റെ വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, ബീൻ്റെ വന്നിട്ട് ഇതിന് തന്നെ പാരലായിരിക്കും, ഈ ഒരു സംഭവത്തിന് തന്നെ പാരലായിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുക. ശരി, അതല്ലേ നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം എന്തോന്നാണ്, ആദ്യം ഇവിടെ N ഉണ്ട്. അപ്പം ഒമേഗ = 2πN/60, 2 × π × N എന്ന് പറയുന്നത് 200/60 ചെയ്യുമ്പോൾ എത്ര വരും, 2 × π × 200/60 ചെയ്യുമ്പോൾ 20.94 എന്ന് പറഞ്ഞ് വരും, rad/s. ഓക്കെ, ഇപ്പം നമുക്ക് എന്തോന്നാണ് കിട്ടിയത്, ഒമേഗ OA കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം വെലോസിറ്റി നമുക്ക് എല്ലാത്തിൻ്റെയും ലിങ്കിൻ്റെയും നമുക്ക് ആയിട്ട് പെർപെൻഡിക്കുലർ കയറ്റി വരച്ചേക്കത്തില്ലേ. ഇതിപ്പം ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കും. OA എന്ന് പറഞ്ഞ ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ഡയറക്ഷൻ കൊടുക്കും. ഇനിയിപ്പം അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കാൻ നേരത്ത് ഇതിങ്ങനെ എടുത്തില്ലേ, അപ്പം ഇതിൻ്റെ നമുക്ക് എങ്ങോട്ടാന്നുള്ള ഡയറക്ഷൻ സപ്പോസ് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ മാത്രം കൊടുത്തു വെക്കുക. എങ്ങോട്ടോ ഒരു ആരോ ഉണ്ടെന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. മറ്റിതിൻ്റെ ഇതിൻ്റെ പേരെന്താണ്, VAO. OA എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ A എന്ന് വരച്ചതുകൊണ്ട് A ആദ്യം എഴുതി, മിച്ചമുള്ള O പിന്നെ എഴുതി. അതുപോലെ ഇത് AB എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ V വെലോസിറ്റി, അപ്പോൾ എന്തോന്ന് എഴുതും, A എന്നാണ്. അപ്പോൾ A ബാലൻസ് മിച്ചമുള്ളത് B. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ OB എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ലിങ്കിൻ്റെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, VO. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി. ഇനിയിപ്പം നമുക്ക് നമ്മൾ VAO കണ്ടുപിടിച്ചോ, നമുക്കിപ്പോൾ ഒമേഗ OA ഉണ്ട്, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതായത് ഒമേഗ OA ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പം ഒമേഗ OAയുടെ വെലോസിറ്റി അത് വെച്ച് ലിങ്കുള്ള വെലോസിറ്റി, അപ്പോൾ VAO എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് RΩ അല്ലേ. അപ്പോൾ VAO എന്ന് പറയുന്നത് RAO ഒമേഗ AO ഇൻറ്റു ഒമേഗ AO. അതിനകത്ത് RAO എന്ന് പറയുന്നത് എന്താണ്, ഇത് എത്രയാണ്, 40 mm. അപ്പോൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.04 ഇൻറ്റു ഒമേഗ OA എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 20.94. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് VAO കിട്ടത്തില്ലേ, 0.04 ഇൻറ്റു 20.94 ചെയ്യാൻ നേരത്ത് 0.8376 m/s എന്ന് പറഞ്ഞ് കിട്ടും. 2 ഡിജിറ്റ് എടുത്താൽ മതി, 0.84 m/s എന്ന് പറഞ്ഞ് എടുത്താലും മതി, 0.84 m/s എന്ന് പറഞ്ഞ് എടുത്താലും മതി. അങ്ങനെ VAO കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കിട്ടാത്ത എന്തൊക്കെയാണ്, 2 അൺനോൺ ഇല്ലേ, VAB ഉണ്ട്, VBO ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കേസിൽ ചെയ്ത പോലെ എന്തോന്ന് ചെയ്യുക, ഇനിയിപ്പോൾ നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതായത് അറിയാവുന്ന ഒരു വാല്യൂവിനെ എടുത്ത് വെച്ച് വരച്ചിട്ട് മറ്റേത് 2 റോൾ ചെയ്ത് വരച്ച് കഴിയുമ്പോഴത്തേക്കും അതുകൂടെ കിട്ടും. ശരി, വെക്റ്റർ ഡയഗ്രാം ഇനിയിപ്പോൾ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് വെക്റ്റർ ഡയഗ്രാം എന്ന് എഴുതി. ഇപ്പം
ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ആർ പി തന്നിരിക്കുമല്ലോ, അത് വെച്ച് നമുക്ക് ഇതിന്റെ ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗ ഒ എന്ന് പറഞ്ഞ ആ ലിങ്കില് ഒമേഗ കണ്ടുപിടിക്കാം. ആ ലിങ്കില് ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബി ഈസിക്കൽ ആർ ഒമേഗ വെച്ചിട്ട് ഇതിന്റെ ലെങ്ത് അറിയാം, ഒമേഗയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് നമുക്ക് ബിയും കൂടെ കണ്ടുപിടിക്കാം. ഇത്രയും കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ്, അതിന് വേണ്ടിയിട്ട് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. വെക്റ്റർ ഡയഗ്രാം വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഓക്കെ, അത് സ്കെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രയാണ്? ഇത് 0.84 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഞാനിതിനെ ഒരു 0.84 ആണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 0.84 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് കഴിഞ്ഞാൽ 8.4 സെൻറ്റിമീറ്റർ ആയിപ്പോൾ. അപ്പോൾ ഞാൻ 0.2 ചെയ്ത് നോക്കുക. അപ്പോൾ 4.2 ആണ് വരുന്നത്. ശരി, 4.2 ആണെങ്കിൽ കുഴപ്പമില്ല, 4.2 ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ എന്തോന്ന് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് എടുത്തു. സ്കെയില് 0.2 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ വാല്യൂസിനെയും ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ നേരത്ത് ഇതുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം എടുക്കാൻ. ശരി, ഇപ്പം എനിക്കിപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടത്, വെക്ടർ ഡയഗ്രാം എഴുതി വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഫിക്സഡ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്തോന്ന് ചെയ്യണം? ഒരു ഡോട്ടായിട്ട് എടുക്കണം. ഓയും ആണ് ഫിക്സഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓയിനെ വന്നിട്ട് ഒരു ഡോട്ട് ഇട്ടു, ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. ഞാനതിനെ ഓ എന്ന് പറഞ്ഞ് വിളിച്ചു. കാരണം എന്താണ്? ഫിക്സഡിനാണ് നമ്മൾ ആദ്യം ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓ. ഇനിയിപ്പോൾ എന്തോന്നാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്? ഇത് ഈ ബി എ ഒ അല്ലേ നമുക്ക് അറിയാവുന്ന 0.84. അപ്പം 0.84 ഡിവൈഡഡ് ബൈ സ്കെയിൽ ചെയ്തു 0.2 ചെയ്തു. അപ്പോൾ 4.2. അപ്പോൾ 4.2 ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങോട്ട് വരയ്ക്കണം? ബി എ ഒ എന്ന് പറയുന്നത് ഇതാണ്. കറക്റ്റായിട്ട് വെക്കുക. പാരല് കറക്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് അങ്ങനെ താഴെ വന്നിട്ട് എങ്ങോട്ട്? ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? റൈറ്റിലേക്ക് എത്രയാ? 4.2. റൈറ്റിലേക്ക് 4.2 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്നു. സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ, ഇതാണ് എന്തോന്ന്? ഓ എ അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് എ, സ്മോൾ എ. ഇനിയിപ്പോൾ അടുത്തത് എന്താണ് വരയ്ക്കാനുള്ളത്? ബി എ ബി ഉണ്ട്, ബി ബി ഒയും ഉണ്ട്. ശരി, ഇതിൻ്റെ അകത്ത് എ ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ബി ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് എ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വരച്ചാൽ മതി. ഇതിനെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഡയറക്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈൻ ഓഫ് ആക്ഷൻ തന്നെ കൊടുത്തിട്ടിരിക്കുക. അപ്പം ഇത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു. ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് എന്തോന്നുള്ളത്? ബി എ ബി ഉള്ളത്. ശരി, ഇനി അടുത്ത് എന്തോന്ന്? ബി ബി ഒ. ബി ബി ഒ എന്ന് പറഞ്ഞാൽ അത് ഇതിന് തന്നെ പാരലായിരിക്കും. ഇതിന് തന്നെ അത് പാരലായിരിക്കും. അപ്പോൾ ഇതിനെ ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇപ്പം ഏതാ നമ്മൾ വരയ്ക്കുന്നത്? ബി ബി ഒ. ഇതിൻ്റെ അകത്ത് ബി ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഓ ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ അകത്ത് ബി ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഓ ഉണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നോക്കുക. എന്നിട്ട് ഇതിനിങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്നതാണ് എന്തോന്ന്? ബി. അപ്പം ബാക്കി നമ്മൾ കൂട്ടി വരയ്ക്കുക. അപ്പോൾ ബാക്കിയെല്ലാം കിട്ടിയില്ലേ? ഇങ്ങനെയാണ് സ്ലൈഡർ ട്രാങ്കിൻ്റെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഓ ഓക്കെ. ഇനിയിപ്പം നമുക്ക് പേര് കൊടുക്കാം. ഇത് നമ്മൾ അളന്നല്ലേ വരച്ചത്? ഈ ഒരു സംഭവം അളന്നാണ് വരച്ചത്. അതെന്തോന്നായിരുന്നു? ബി എ ഒ എന്ന് പറഞ്ഞാണ് നമ്മൾ എടുത്തത് അല്ലേ? ബി എ ഒ എന്ന് പറഞ്ഞാണ് എടുത്തത്. എത്രയാണ് നമ്മൾ എടുത്തത്? 0.84 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത്. ഇതെന്തോന്നാണ്? ബി ബി ഒ. ബി എ ഒ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ആയ ഒ ടു എ. അപ്പോൾ ഇങ്ങോട്ട്. ഓക്കെ, ഇനി ഇതെന്തോന്നാണ്? ബി ബി ഒ. അപ്പോൾ ഒ ടു ബി ആണ് ഡയറക്ഷൻ. ബി ബി ഒ എന്ന് പറയുമ്പോൾ എത്രയാണ്? അളക്കുക. എനിക്ക് കിട്ടിയിരിക്കുന്നത് 5.85 ആണ് കിട്ടിയിരിക്കുന്നത്. അല്ല, 5.8 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5.8 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു നമ്മൾ എന്തോന്ന് ചെയ്യണം? സ്കെയിൽ ചെയ്യണം. 0.2 ചെയ്യണം. അപ്പം എന്തോന്ന് ചെയ്തു? 5.8 ഇൻറ്റു 0.2 ചെയ്യാൻ നേരത്ത് 1.16 അതാണ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ വി ബി ഒ കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് ഈ സൈഡ് അളക്കാൻ നേരത്ത് എനിക്ക് കിട്ടിയത് ഒരു 3.15 ആണ് കിട്ടിയത്. അപ്പോൾ ഞാനിതിനെ ബി എ ബി എന്ന് എടുക്കട്ടെ. ബി എ ബി എന്ന് എടുത്തു. എ ബി എന്ന് പറയുമ്പോൾ ബി ടു എ. അപ്പം ഇതെനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? 3.25 ആണ് കിട്ടിയത്.
3.25 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു നമ്മൾ എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ഇൻറ്റു 0.2 ചെയ്യണം. അപ്പോൾ 3.25 ഇൻറ്റു 0.2 ചെയ്യാൻ നേരത്തെ എത്ര വരും, 0.65 എന്ന് പറഞ്ഞു വരും. 0.65 എന്തോന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എനിക്ക് ഇതും കിട്ടി ഇതും കിട്ടി. നമുക്ക് ഇത് മാത്രം അറിയത്തുള്ളായിരുന്നു. വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരച്ചപ്പോൾ നമുക്ക് ഇതും കിട്ടി ഇതും കിട്ടി. ഓക്കെ, ശരി. ഇനിയിപ്പം നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, വെലോസിറ്റി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കിട്ടിയില്ലേ, 1.16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്, വെലോസിറ്റി ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് എ ബി, ഒമേഗ എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്, ഒമേഗ എ ബി. അപ്പം ബി എ ബി ഇസ് ഈക്വൽ ടു ആർ എ ബി ഇൻറ്റു ഒമേഗ എ ബി എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ. ബി ഇസിക്കൽ ടു ആർ ഒമേഗ എന്നാണല്ലോ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ബി എ ബി നമുക്കറിയാമോ, കണ്ടറിയാം, 0.65 മീറ്റർ പെർ സെക്കൻഡ്. ആർ എ ബി എന്ന് പറയുന്നത് ഇത് 50 mm. അപ്പോൾ അതിനെ മീറ്ററിലാക്കുമ്പോൾ 1 2 3 0.050 ഇൻറ്റു ഒമേഗ എ ബി എത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടത്തില്ലേ, 0.65 ഡിവൈഡഡ് ബൈ 0.050 ചെയ്യാൻ നേരത്ത് 13 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 13 എന്തോന്ന്, ഒമേഗ എ ബി. 13 എന്തോന്നാണ്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇതിനകത്ത് ആംഗുലർ വെലോസിറ്റി ഓഫ് കണക്റ്റിംഗ് റോഡ് എന്നാണ് ഇപ്പോൾ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് കണക്റ്റിംഗ് റോഡ് ഏതാണ്, എ ബി. എ ബി എന്ന് പറഞ്ഞാൽ ഒമേഗ എ ബി, ആംഗുലർ വെലോസിറ്റി ഒമേഗ എ ബി. അത് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്, ബി ഇസിക്കൽ ടു ആർ ഒമേഗ, ബി എ ബിയുടെ എടുത്ത് വെച്ച് മൊത്തം എ ബിയുടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒമേഗ എ ബി കണ്ടുപിടിച്ചു. ഓക്കെ, വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. വെലോസിറ്റി ഓഫ് പിസ്റ്റണിൻ്റെ ഉത്തരം എന്തോന്നാണ് ഇതിനകത്ത്, വെലോസിറ്റി ഓഫ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഇതല്ലേ പിസ്റ്റൺ. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തോന്നാണ്, ബി ബി ഒ. അപ്പം ആ ബി ബി ഒ എന്ന് പറയുന്ന 1.16 മീറ്റർ പെർ സെക്കൻഡ് ഇല്ലേ, അതാണ് വെലോസിറ്റി ഓഫ് പിസ്റ്റൺ. ഓക്കെ, അപ്പം ഗ്രാഫിക്കൽ മെത്തേഡ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഇത്, അതുപോലെ തന്നെ 4 ബാറിൻ്റെ ഇത്, ഇത്രേ ഉള്ളൂ. സ്ലൈഡർ ക്രാങ്കിനാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, 4 ബാറിൻ്റെ ആണെങ്കിൽ അങ്ങനെ. സ്ലൈഡർ ക്രാങ്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് എടുക്കുക. ഇവിടുത്തെ കേസിൽ ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ ഇത് തന്നെ വരും. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെ ആയിരിക്കും എന്തോന്ന്, ബി ബിയോടെ ആ ഒരു ലൈൻ. അപ്പം ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ.